ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം എൻ്റെ ഒരു സബ്സ്ക്രൈബർ, ഒരു കുട്ടി ഫസീല എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി ഒത്തിരി കാലമായിട്ട് വെജ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ചോദിക്കുന്ന ഒരു 2 മാസമൊക്കെ ആയിട്ടുണ്ടാവും. അവർക്ക് യൂട്യൂബ് വീഡിയോയിൽ വേറെ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി കിട്ടാത്തത് കൊണ്ടല്ല, ചേച്ചിയുടെ റെസിപ്പി തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഒത്തിരി പ്രാവശ്യം ചോദിച്ചു. ഓരോ ഷോർട്സ് വീഡിയോയിൽ താഴെയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതുവരെ അത് ഇടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അത് ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലേ, നമ്മൾ ചെയ്യണമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണവശാൽ നടക്കാതായി പോകും. അങ്ങനെയാണ് ഇത്രയും ലേറ്റ് ആയത് ഞാൻ ആ റെസിപ്പി ഇടാനായിട്ട്. ഇന്ന് വളരെ ഈസി ആയിട്ട് നല്ലൊരു വെജ് സാൻഡ്വിച്ച് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുക എന്ന് കാണാം. നിങ്ങൾക്കും ഫസീലയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതേപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ബേക്കിംഗ് ഇഷ്ടമാണെങ്കിൽ ബേക്കിങ്ങിൻ്റെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉപകാരമാവും കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ചേച്ചി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിലേക്ക് വന്ന കുട്ടികളിൽ കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ സാൻഡ്വിച്ചിൻ്റെ ബണ്ണൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് അതിൽ വെജിറ്റബിൾസൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടാണ് പുറത്ത് സെയിൽ ചെയ്യുന്നതെന്ന്. അങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് ഒത്തിരി ലാഭമൊന്നും കിട്ടത്തില്ലല്ലോ. ഇപ്പം നമ്മൾ ബണ്ണൊക്കെ കറക്റ്റായിട്ട് ക്ലാസ്സിലൂടെ പഠിച്ച് ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം അവർക്കൊക്കെ നല്ല ലാഭം കിട്ടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സാൻഡ്വിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. എന്നാൽ പിന്നെ താമസിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം. ഇവിടെ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ബണ്ണൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഉള്ള ബണ്ണാണ് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ ഫില്ലിങ് നിറച്ച് കൊടുക്കുക എന്നുള്ളതാണ്. നല്ല മൂർച്ചയുള്ള ഇതുപോലത്തെ കത്തി ഉപയോഗിക്കുക കേട്ടോ, എന്നാലാണ് കറക്റ്റായിട്ട് മുറിഞ്ഞു വരും, അല്ലെങ്കിൽ ബണ്ണ് പൊട്ടിപ്പോവും. ഇതുപോലെ സോസ് ഒഴിച്ച് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് മയോണീസ് മുകളിലും ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ആദ്യം നമുക്ക് സാൻഡ്വിച്ചിനുള്ള മാവ് കുഴച്ചെടുക്കാം. പഠിക്കാൻ വേണ്ടി അത്യാവശ്യം ഒരു 250 ഗ്രാം മൈദയുടെ അളവാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. 250 ഗ്രാം മൈദയാണ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് വലിയ പാത്രം എടുക്കുക കേട്ടോ. നമുക്ക് കുഴയ്ക്കാൻ എളുപ്പത്തിനായിട്ട് വലിയ പാത്രം എടുക്കുക. നിങ്ങളുടെ കയ്യിൽ സ്റ്റാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് നമുക്ക് കുഴയ്ക്കാം, അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടും കുഴയ്ക്കാം. ആദ്യം നമുക്ക് ഈ മൈദ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് കുറച്ച് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാം. ഈ ഒരു സ്പേസിലേക്ക് നമ്മൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ഞാൻ 30 ഗ്രാമാണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. 250 ഗ്രാം മൈദയ്ക്കാണ് 30 ഗ്രാം പഞ്ചസാര ചേർക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ഈസ്റ്റാണ്. ഈസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ 2.5 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഈ മൈദപ്പൊടിയിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെയൊന്ന് ഇളക്കി കൊടുക്കുക എല്ലായിടത്തും. ഈ നടുഭാഗത്തേക്ക് വെള്ളത്തിൻ്റെ കൂട്ടത്തിൽ ചേർക്കണ്ട കേട്ടോ, മൈദപ്പൊടിയിൽ ഇട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ നടുഭാഗത്തേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ 2.5 ഗ്രാം തന്നെയാണ് ഇടുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒരു 1.5 ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക. മാവ് ഒന്ന് നന്നായിട്ട് ഇളകി ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ മറന്നുപോയി, ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വാനില പൗഡർ ഇട്ട് കൊടുക്കണം. വാനില പൗഡർ 1 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്താ വാനില പൗഡർ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും, ബന്ന് കഴിക്കുമ്പം ഒരു നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ ഒരു മുട്ട വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ കുഴയ്ക്കാൻ സമയത്ത് നമുക്ക് വെള്ളത്തിന് പകരമായിട്ട് പാൽ ഉപയോഗിക്കാം. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ സാധാരണ വെള്ളത്തിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. നമ്മൾ ഈ പഞ്ചസാര ഒന്ന് അലിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നടുഭാഗത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 250 ഗ്രാം മൈദയ്ക്ക് ഞാനൊരു 150 ml വെള്ളം എടുത്തിട്ടുണ്ട്. അത്രയും വേണ്ടി വരില്ല, ഒരു 100 ml വെള്ളമൊക്കെ ഇതിലേക്ക് ആവശ്യമായിട്ട് വരുള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഈ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഈ പൊടിയെല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് കുഴച്ചാൽ മാത്രമേ ഈ ബന്ന് നന്നായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് ഏകദേശം ഒരു അരമണിക്കൂർ സമയമെങ്കിലും നന്നായിട്ട് കുഴയ്ക്കുക കേട്ടോ. വെള്ളം കുറേശ്ശെ ഒഴിച്ച് ചേർത്ത് നോക്കുക. വെള്ളം കൂടുതലായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എല്ലാ സാധനങ്ങളും ഇതിലേക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടി വരില്ലേ. ഇപ്പം എല്ലാം അളന്ന് ചേർത്തിരിക്കുക നമ്മൾ. അതുകൊണ്ട് തന്നെ വെള്ളം കൂടി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു 100 ml വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ധാരാളം മതിയായിരിക്കും. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇപ്പം ഞാൻ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് കുഴച്ചെടുക്കണം. എന്നാൽ മാത്രമേ ഇത് നന്നായിട്ട് ബന്ന് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കുഴച്ചെടുത്താൽ പിന്നെ ഈസി ആയിട്ട് ചെയ്യാം. ഇല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് ഞാനിനി
ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് കുഴയ്ക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. 100 ml വെള്ളം തന്നെയാണ് ഇതിലേക്ക് പാകമായിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാനിത് നന്നായിട്ട് കുഴച്ചെടുക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. മാവ് നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്കൊന്ന് ഷേപ്പാക്കി ഇടാം കേട്ടോ. കുറച്ച് മൈദപ്പൊടി നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഷേപ്പാക്കി ഇടാം. ഇങ്ങനെ ഷേപ്പാക്കിയിട്ട മാവ് നമുക്ക് ഏകദേശം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് വേണം ഇത് ബോളാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏകദേശം എല്ലാം ഒരേ വലുപ്പത്തിലുള്ള ബോളുകളാക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തൂക്കിയിട്ട് ചെയ്യാം കേട്ടോ. തൂക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ എല്ലാം ഒരേ വലുപ്പത്തിൽ കിട്ടും. ഞാനിപ്പോൾ അത്യാവശ്യം ഒരു തോതൊക്കെ പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ സാൻഡ്വിച്ചിൻ്റെ ബന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു 70 ഗ്രാം തൂക്കം വെക്കണം. എന്നാലാണ് ആ ബന്നിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഫില്ലിങ്സ് ഒക്കെ നിറച്ച് കൊടുക്കണ്ടേ. അപ്പോൾ അതിന് സ്പേസ് കിട്ടണമെങ്കിൽ ഏകദേശം ഏറ്റവും കുറഞ്ഞത് ഒരു 70 ഗ്രാമെങ്കിലും നമ്മുടെ ബന്ന് ഉണ്ടാവണം കേട്ടോ. എല്ലാം ആദ്യം നമ്മൾ ഇതുപോലെ ബോൾ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് വേണം നമുക്കത് ആ ക്രീം ബന്നിൻ്റെ അല്ലെങ്കിൽ സാൻഡ്വിച്ച് ബന്നിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് എടുക്കാനായിട്ട്. നമുക്ക് ഈ മൈദയിൽ തന്നെ നമുക്കിത് ഷേപ്പ് ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ എടുത്തിട്ട് അത് ഇങ്ങനെ കൗണ്ടർ ടോപ്പിൽ തടവിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ഷേപ്പ് ആക്കിയാൽ മതി. ഓയിലാണെങ്കിൽ നമുക്ക് അത് വെന്ത് വരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഈ മൈദപ്പൊടി ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ മൈദപ്പൊടി ഉണ്ടായെന്ന് ഓർത്ത് കുഴപ്പമില്ല. നമ്മൾ ഇതിൽ മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് വേറെ വലിയ കുഴപ്പമൊന്നും വരുന്നില്ല. അപ്പോൾ എല്ലാം ഇതേപോലെ നല്ലതായിട്ട് ഷേപ്പ് ചെയ്ത് എടുക്കുക കേട്ടോ. ഷേപ്പ് ചെയ്ത് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഇപ്പോൾ ഇങ്ങനെയാണ് ബന്ന് ഇട്ടിട്ടുള്ളതെങ്കിൽ അതെടുത്ത് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചിട്ട് ഇതേപോലെ നീട്ടി കൊടുത്താൽ മതി. 2 കൈയും വെച്ച് ഇതേപോലെ നീട്ടി കൊടുക്കുക. അപ്പോൾ ഈ ഭാഗം കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബന്ന് ക്രാക്ക് വീഴും കേട്ടോ. അടിഭാഗം കാണാൻ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്തെടുക്കുക. എല്ലാം ഒരേപോലെ കറക്റ്റായിട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് അകലം പാലിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ബന്നൊക്കെ നമ്മൾ ഷേപ്പാക്കി ഇതേപോലെ ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അകലം വിട്ടിട്ട് തന്നെ വെക്കുക കേട്ടോ. കാരണം ഇത് കുറച്ചുകൂടി നന്നായിട്ട് പൊന്തി വന്നതിന് ശേഷമാണ് നമ്മൾ ഓവനിലേക്ക് വിട്ടു കൊടുക്കുന്നത്. ഇനി ഓവനിൽ ചെന്ന് കഴിഞ്ഞാലും കുറച്ചും കൂടി വലുപ്പം ഉണ്ടാവും ഇതിന്. അതുകൊണ്ട് തന്നെ അകലം പാലിച്ച് വെക്കുക. അടുത്തടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും കൂടി അങ്ങ് ഒട്ടിപ്പോയതിന് ശേഷം നമ്മൾ പിന്നെ അത് പറിച്ചെടുക്കുമ്പം അത് ഡാമേജ് ആയ ബന്നാന്ന് എല്ലാവരും പറയും. അതുകൊണ്ട് അകലം പാലിച്ച് വെക്കുക കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊരു പകുതി ഭാഗം പൊന്തി വരും. ആ സമയത്ത് ഇതിൻ്റെ മുകളിൽ മുട്ട ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ള എള്ള് കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ബന്ന് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. സാൻഡ്വിച്ചിൻ്റെ ബന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അങ്ങനെ വെള്ള എള്ളിട്ടിട്ടില്ലേ കിട്ടുക. അപ്പോൾ അതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് നേരം ഇതൊന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് മുട്ട ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏകദേശം 1/2 മുതൽ 3/4 മണിക്കൂർ വരെ നന്നായിട്ട് പൊന്താൻ വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഓവനിലേക്ക് വിടാൻ പാടുള്ളൂ കേട്ടോ. പകുതി ഭാഗമൊക്കെ ഇത് പൊന്തി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഒരു മുട്ട നമ്മൾ പൊട്ടിച്ചിട്ട് ഇതിലിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യം തന്നെ നമ്മൾ മുട്ട ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടി പൊന്തി വരാൻ ടൈം എടുക്കും. ആ സമയത്ത് മുട്ട എല്ലാ ഭാഗത്തും ആവില്ല കേട്ടോ. ചിലങ്ങളിലൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങിയതുപോലെ ഇരിക്കും. അതുകൊണ്ടാണ് ഒരു പകുതി സമയം കഴിഞ്ഞതിന് ശേഷം ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മുട്ട ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വെളുത്ത എള്ള് ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. എള്ളി ഇടുമ്പം ഒത്തിരി വാരി വെതറിയ പോലെ ഇടണ്ട. കുറേശ്ശെ അവിടെ അവിടെയൊക്കെ ആയിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാത്തിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ എള്ളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 1/2 മണിക്കൂർ നേരം കൂടി മാറ്റി വെക്കണം. നന്നായിട്ട് പൊന്തി വരട്ടെ കേട്ടോ. ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ ആണെങ്കിൽ കുറച്ച് പെട്ടെന്ന് പൊന്തി വരും. അല്ലാന്നുണ്ടെങ്കിൽ തണുത്ത കാലാവസ്ഥയാണെങ്കിൽ കുറച്ച് നേരം കഴിയും. അത് പതുക്കെ ആയി വരുള്ളൂ. ഈസ്റ്റൊക്കെ നല്ലതെന്ന് തന്നെ ഇടണം കേട്ടോ. പുതിയ ഈസ്റ്റ് തന്നെ ഇടണം. പഴയ ഈസ്റ്റ് ഒന്നും ഇട്ടാൽ നന്നായിട്ട് കിട്ടൂല. ഇനി ഇത് പൊന്തി വരാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമ്മളിത് ബേക്ക് ചെയ്യേണ്ട ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 180-ലാണ് ഓവൻ പ്രീഹീറ്റ് ചെയ്യേണ്ടത്. 10 മിനിറ്റാണ് ടൈം കൊടുക്കുക. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 180-ൽ തന്നെ വെച്ച് കൊടുത്തിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കുക. ബേക്ക് ചെയ്യുമ്പം ടൈം 10 മുതൽ 15 മിനിറ്റ് വരെ ആണ് കേട്ടോ. അപ്പോൾ ബന്നിൻ്റെ വലുപ്പമൊക്കെ അനുസരിച്ച് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. പിന്നെ ഓവൻ്റെ ചൂടനുസരിച്ചും ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് ബേക്ക് ചെയ്ത് എടുക്കും കേട്ടോ. ഇനി നമുക്കിത് ബേക്ക് ചെയ്ത് ഇറക്കിയിട്ട് കാണാം.
ഇതാ നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ബന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ ഫില്ലിങ് നിറച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബണ്ണൊന്ന് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഫില്ലിങ് നിറയ്ക്കുക കേട്ടോ. ഇനി കുറച്ച് നേരം ബണ്ണൊന്ന് തണിയാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ബണ്ണ് നന്നായിട്ട് തണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗം ഇതുപോലെ മുറിച്ചെടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും മുറിച്ചോ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം വേണമെങ്കിൽ മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് കയറ്റാം. അപ്പോൾ അതെങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്തെടുത്തോ. ഞാനിപ്പം ഇതേപോലെ ഈ ഭാഗമാണ് മുറിക്കുന്നത്. നടുഭാഗത്ത് ഇങ്ങനെ മുറിക്കുക. അപ്പോൾ നല്ല മൂർച്ചയുള്ള ഇതുപോലത്തെ കത്തി ഉപയോഗിക്കുക കേട്ടോ. എന്നാലാണ് കറക്റ്റായിട്ട് മുറിഞ്ഞു വരും, അല്ലെങ്കിൽ ബണ്ണ് പൊട്ടിപ്പോവും. ഇതുപോലെ മുറിച്ചെടുക്കുക. കണ്ടോ, എല്ലാം നല്ലതായിട്ട് മുറിച്ചെടുക്കുക. ഇപ്പോൾ ഈ ബണ്ണ് നല്ല പഞ്ഞി പോലുള്ള ബണ്ണാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ മുറിക്കുമ്പോൾ ശ്രദ്ധിച്ച് മുറിക്കണം. ഇങ്ങനെ മുറിച്ച് വരുന്ന സമയത്ത് നമ്മൾ അപ്പുറത്തെ ഭാഗത്തേക്കായി പോയ അപ്പാട് കട്ടായിട്ട് പോകും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് എല്ലാം മുറിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് നിറച്ച് കൊടുക്കാം. വെജ് സാൻഡ്വിച്ചിന് നമുക്ക് ഫില്ലിങ് നിറയ്ക്കുമ്പം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഏതാണോ അത് നിറച്ച് കൊടുക്കുക. ഞാനിപ്പോൾ വെജിറ്റബിളായിട്ട് ഇവിടെ കുറച്ച് ക്യാരറ്റ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ക്യാബേജും എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ആക്കി എടുക്കാം. ഇത് മൂന്നും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് മയോണൈസ് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ മയോണൈസ് ഇവിടെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് കണ്ടു നോക്കാം. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മയോണൈസ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് എല്ലാം കൂടി ഇളക്കിയെടുക്കുക. പിന്നെ ആവശ്യത്തിന് സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫില്ലിങ് സാൻഡ്വിച്ച് ബന്നിലേക്ക് വെച്ച് കൊടുക്കാം. ഓരോ ബന്നും എടുക്കുക. എന്നിട്ട് ഒരു സ്പൂണിൽ നമ്മുടെ ഫില്ലിങ് കോരിയിട്ട് ഇതുപോലെ നിറച്ചും വെച്ച് കൊടുക്കുക. വെജിറ്റബിൾസ് ഞാൻ ഇത്രേ ഇട്ടുള്ളൂ എന്ന് വിചാരിച്ച് നിങ്ങൾ ഇതുപോലെ ചെയ്യേണ്ട. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കാണിച്ച് തന്നേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ സോസ് ഒഴിച്ച് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് മയോണൈസ് മുകളിലും ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ഇതേപോലെ ബട്ടർ പേപ്പർ മുറിച്ചെടുക്കുക. മുറിച്ചെടുത്തിട്ട് ഇതിനെ ഇങ്ങനെ പൊതിഞ്ഞങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും നിറച്ചെടുത്തിട്ടുള്ളൂ. ഒരു 3 എണ്ണമൊക്കെ ഞാൻ ഇതുപോലെ ഫില്ല് ചെയ്ത് എടുത്തിട്ടുള്ളൂ. ബാക്കി ബണ്ണ് ഞാൻ ക്രീം ബന്നാക്കാൻ വേണ്ടി പിള്ളേർക്ക് ഇവിടെ ക്രീം ബന്ന് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് അതിൽ ക്രീം നിറയ്ക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫോട്ടോസൊക്കെ അയച്ചു തരണം. ഒത്തിരി കുട്ടികൾ ഫോട്ടോസൊക്കെ അയച്ചു തരുന്നുണ്ട്. കുക്കീസൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ ഉണ്ടാക്കി ഫോട്ടോസ് അയച്ചു തരുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള വെജ് സാൻഡ്വിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. ഇനി ചിക്കൻ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചിക്കൻ നല്ല ഫ്രൈ ചെയ്തിട്ട് ചെറുതായിട്ട് കൈകൊണ്ട് പിച്ചി ഇട്ടിട്ട് ഇതിലേക്കിട്ട് മിക്സ് ചെയ്തിട്ട് അത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. എന്തായാലും എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയാൻ മറക്കരുത്. അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് ചേച്ചി ഉടനെ വരാം. അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക. വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി.